ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ലോഞ്ചിങ് ഡേ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ശരിക്കും ഇന്നലത്തെ കുറച്ച് ഭാഗം കൂടി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇന്നലെ രാത്രി 11:25 മുതലുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇന്നലെ 3 കണ്ടസ്റ്റൻസിന് എൻട്രി ടാസ്ക് വിജയിച്ചതിൻ്റെ പേരിൽ 3 പേർക്ക് ബാഡ്ജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ബാഡ്ജ് കൈക്കലാക്കാൻ ആർക്ക് വേണമെങ്കിലും ഈ ബാഡ്ജ് കൈക്കലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അക്ബറിനെയാണ് ആദ്യം കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അനീഷ് പുറകെ ഓടി നടന്നിട്ട് ഇത് ഷാനവാസിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്, വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് കാണിച്ചു പോയത്. ഇതിനുശേഷം ജിസയിലും രണ ഫാത്തിമയും തമ്മിൽ ബാഡ്ജിന് വേണ്ടി ഒരു പിടിവലിയുണ്ട്. അതായത് ബിന്നിയുടെ കയ്യിൽ നിന്ന് ജിസയിൽ ആ ബാഡ്ജ് തട്ടിയെടുത്തു. അതിനെ പിടിച്ചു മേടിക്കാൻ വേണ്ടി രണ ഫാത്തിമ പുറകെ ഓടുന്നൊരു രംഗവും കാണിക്കുന്നുണ്ടായിരുന്നു. രണ ഫാത്തിമ ജിസേലിൻ്റെ പുറകെ ഓടുന്നത് കണ്ടിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. ഇനി ആരും ബാഡ്ജ് തട്ടിപ്പറിക്കാൻ പാടില്ല എന്ന് ഇൻഫർമേഷൻ കൊടുക്കുന്നു. അതോടെ ഇന്നലത്തെ പരിപാടികൾ അവസാനിച്ചു. പിന്നെ ഇന്ന് രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇന്ന് രാവിലെ ആദ്യം ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ ആ പേരാണ് കാണിച്ചത്. ബിഗ് ബോസ് ഹൗസിൻ്റെ ഫ്രണ്ടിലുള്ള ആ പേര് കാണിച്ചു. കഴിഞ്ഞ സീസണിലൊക്കെ ആ പേരെന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സീസണിൽ ഒരു ആംഗിൾ ഷേപ്പിലാണ് പേര് എഴുതിയിരിക്കുന്നത്. ആ പേര് കാണിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒപ്പം ബിഗ് ബോസിൻ്റെ ഡെയിലി സോങ് പ്ലേ ചെയ്തു. കണ്ടസ്റ്റൻസ് വന്ന് ഡാൻസ് കളിക്കുന്നു. ഡാൻസ് കളിച്ചതിന് ശേഷം വന്നിട്ട് പിന്നെ കാണിക്കുന്നത് പണിപ്പുരയാണ്. സോ ആ പണിപ്പുര കാണിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം എന്തോ ഒരു പണി വരാൻ പോകുന്നു. രഞ്ജിത്ത്, രണ ഫാത്തിമ, സരിക അങ്ങനെ കുറച്ച് പേരൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ മുൻഷി രഞ്ജിത്ത് പറയുന്നു, എന്നെ ചേട്ടൻ ആരും വിളിക്കരുത്. അപ്പോൾ രണ ഫാത്തിമ, എനിക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആക്റ്റീവായിട്ട് ഇന്നലെ ഞാൻ പറഞ്ഞു അതൊരു തരം പെങ്ങളുട്ടി പാസം ഒക്കെ കാണിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒന്നുമല്ല, ഒറ്റയ്ക്ക് തന്നെയാണ് കളിച്ചു വരുന്നത്. അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ എന്താ നമുക്കറിയില്ല. ഇപ്പോൾ എന്തായാലും രണ ഫാത്തിമ ഒരു എക്സലൻറ്റ് പ്ലെയറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്ക് കളിക്കുന്നു. അനീഷിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് കുട്ടി. അതുപോലെ തന്നെ ഈ രഞ്ജിത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഡയലോഗ് പറഞ്ഞപ്പോൾ എന്നെ ചേട്ടാന്ന് വിളിക്കലെന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ചോദിച്ചൊരു മറുപടിയാണ്. അപ്പോൾ നമ്മളെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ മുൻഷി എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ മുൻഷി രഞ്ജിത്ത് എന്ന് വിളിച്ചാൽ കുഴപ്പമുണ്ടോ, അന്ന് ഈ ചേട്ടനെ വിളിക്കാൻ പറയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഇല്ല എനിക്കൊരൊറ്റ അച്ഛനേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ രണ ഫാത്തിമ പറയാണ്, ഞങ്ങൾക്ക് 2 അച്ഛന്മാരെയും കൊണ്ടാണ് വന്നത്. തെറിക്കുത്തരം മുറിപ്പത്തലെന്ന് പറഞ്ഞ പോലെയുള്ള മറുപടികളാണ് ഈ കുട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ നേരത്തെ പണിപ്പുര കാണിച്ചല്ലോ. ആ പണിപ്പുര കാണിച്ചത് എന്തിനാണ് നമുക്ക് ഇവിടെയാണ് റിവീൽ ചെയ്യുന്നത്. റിവീൽ ആവുന്നത് ബിഗ് ബോസ് ഹൗസിൽ ഒരു നിയമലംഘനം നടന്നിരിക്കുന്നു. എന്താണെന്ന് ചോദിച്ചാൽ ഈ പണിപ്പുരയ്ക്കകത്താണ് ഇവരുടെ ബാഗും ഇവരുടെ മേക്കപ്പ് ഐറ്റംസും എല്ലാം വെച്ചേക്കുന്നത്. അപ്പോൾ അത് അനുവാദമില്ലാതെ ആരും എടുക്കാൻ പാടില്ല. 3 പേർക്ക് മാത്രമേ ബാഗ് കൊടുക്കുള്ളൂ. ആർക്കാ? എൻട്രി ടാസ്കിൽ വിജയിച്ച ആ ബാഡ്ജ് കൈക്കലാക്കിയ 3 പേര്. അവരിൽ നിന്നും ബാഡ്ജ് ആരടിച്ചു മാറ്റുന്നോ അവർക്കാണ് പിന്നെ ബാഗ് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ ആദ്യത്തെ ബാഡ്ജ് കയ്യിലുണ്ടായിരുന്ന ആൾക്കാർ അവരുടെ ലഗേജ് തിരിച്ചു കൊണ്ട് വെക്കണം. അതാണ് ഈ ടാസ്കിൻ്റെ ഒരു പ്രത്യേകത. ബാഡ്ജ് ഇല്ലാത്ത ആൾക്കാർ പോയിട്ട് ലിപ്സ്റ്റിക്കും മേക്കപ്പ് ഐറ്റംസ് ഒക്കെ എടുത്ത് മേക്കപ്പ് ഒക്കെ ചെയ്തു. ശരിക്കും ഇന്ന് ലൈവ് കണ്ടപ്പോൾ രേണുസുധിയൊക്കെ മേക്കപ്പ് കൊണ്ട് മെഴുകായിരുന്നു. അവിടെ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ അത് നിയമലംഘനമാണ് എന്ന് ബിഗ് ബോസ് അറിയിച്ചു. അതാരൊക്കെയാണ് നിയമം ലംഘിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അതിനകത്ത് പല ആൾക്കാരും ഉണ്ടായിരുന്നു. സരിക ഉണ്ടായിരുന്നു, അതുപോലെ ബിൻസി ഉണ്ടായിരുന്നു, ആദില ഉണ്ടായിരുന്നു, ശൈത്യ ഉണ്ടായിരുന്നു. പക്ഷേ ശൈത്യ അവിടെ എല്ലാവരെയും ഒറ്റ കൊടുത്തു. ഈ ലിവിംഗ് റൂമിൽ ഇരുന്ന സമയത്ത് ശൈത്യ എഴുന്നേറ്റ്, ബിഗ് ബോസ് ഞാൻ ഇവരോട് നേരത്തെ പറഞ്ഞതാണ്, അതെടുക്കരുതെന്ന് പറഞ്ഞതാണ്, ഇന്നലെ രാത്രിയെ പറഞ്ഞതാണ്, പക്ഷെ അവരെടുത്തു. അപ്പോൾ അനീഷ് അവിടെ ഇടപെട്ടു, ശൈത്യ എടുത്തില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ ശൈത്യ പറഞ്ഞു, ഞാൻ എടുത്തത് അത് അവരെടുക്കുന്നത് കണ്ടിട്ടാണ്. എടുത്തല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇത് പറയാൻ പോയത്? സോറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ ഒറ്റ കൊടുത്തുകൊണ്ട് അവിടെ നിൽക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ശൈത്യയുടെ ഒരു പെർഫോമൻസ്. പിന്നെ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, ബാൻഡ് ഉള്ളത് ആരുടെയൊക്കെ കൈകളിലാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാൻഡ് ഉണ്ടായിരുന്നത് ആര്യൻ്റെയും നൂറയുടെയും ജിസേലിൻ്റെ കൈകളിലാണ്. അവർക്ക് 3 പേർക്കും ലഗേജ് എടുക്കാം. ബാക്കി ഉള്ള ആൾക്കാർ ഇപ്പോൾ ബിന്നിയും ഷാനവാസും ലഗേജ് തിരിച്ചു വെക്കണമെന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ ഇനി ആരും ബാഡ്ജ് തട്ടിയെടുക്കാൻ പാടില്ല എന്നും കൂടി ബിഗ് ബോസ് പറഞ്ഞു. അതിനുശേഷം ഉണ്ടായിരുന്ന ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. അതൊരു ഗംഭീരമായിട്ടായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ആ ടാസ്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഷേവിംഗ് ഫോം ആണ് മെറ്റീരിയലായിട്ട് കൊടുത്തിരുന്നത്. ഈ ഷേവിംഗ് ഫോം ആരാണോ ക്യാപ്റ്റൻ ആവാൻ അർഹനല്ലാത്തത് അയാളുടെ മുഖത്ത് പതിക്കണം. ശരിക്കും കാണുമ്പോൾ വിചാരിക്കും, എല്ലാവരും ഒരാളെ തന്നെ ഫോക്കസ് ചെയ്ത് ഇത് പതിപ്പിക്കുന്നു. ഞാനത് ആരിലേക്കാണെന്ന് വരാം. അനീഷ് ശാരികയാണ് ഈ പറയുന്ന ഫോം തേച്ചു കൊടുത്തത്. അതുപോലെ അബി അക്ബറിന് തേച്ചു, നെവിൻ അനീഷിന് കൊടുത്തു, ആദില നൂറ അനീഷിന് കൊടുത്തു, ബിൻസി അനീഷിന് കൊടുത്തു, ജിസേൽ രേണുവിന് കൊടുത്തു, സരിക അനീഷിന് കൊടുത്തു, രണ ഫാത്തിമ രഞ്ജിത്തിന് കൊടുത്തു, ശൈത്യ ആദിലയ്ക്കും നൂറയ്ക്കും തേച്ചു, അനുമോൾ അനീഷിന് തേച്ചു, ബിന്നി ശൈത്യയ്ക്ക് തേച്ചു, ശാരിക അനീഷിന് തേച്ചു, ആര്യൻ ആദിലയ്ക്കും നൂറയ്ക്കും കൂടി തേച്ചു, ശരത്ത് അതായത് അപ്പാനി ശരത്ത് രേണുസുധിക്ക് തേച്ചു, ഷാനവാസ് അനുമോൾക്ക് തേച്ചു, മുൻഷി രഞ്ജിത്ത് അനീഷിന് തേച്ചു, രേണുസുധി രണ ഫാത്തിമയ്ക്ക് തേച്ചു. ഇങ്ങനെ ഇതിന് ഓരോരോ റീസൺസ് അവർ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും വിചാരിക്കും അപ്പോൾ അനീഷ് ക്യാപ്റ്റൻ ആവില്ല, കാരണം എല്ലാവരും അർഹനല്ല എന്ന് പറയുന്ന ആൾ അനീഷ് ആണല്ലോ, അതുകൊണ്ട് അനീഷ് ക്യാപ്റ്റൻ ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ബിഗ് ബോസ് അവിടെ കളി മാറ്റി കളിച്ചു. അനീഷിനെ ക്യാപ്റ്റനാക്കി പ്രഖ്യാപിച്ചു.
ഇത് ബിഗ് ബോസ് അല്ലേ, 7ൻ്റെ പണിയല്ലേ, 7ാം സീസൺ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ടാസ്ക് ലെറ്റർ വായിച്ചെന്ന് ബിഗ് ബോസിൻ്റെ ചോദ്യം. അപ്പോൾ ആ വായിച്ചു, ഞങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫോം വാങ്ങിച്ച്, ഏറ്റവും കൂടുതൽ ഫോം വാങ്ങിച്ച് അല്ലെങ്കിൽ ഫോം തേക്കപ്പെട്ട അനീഷാണ് ക്യാപ്റ്റൻ എന്ന് ബിഗ് ബോസ് അങ്ങ് അനൗൺസ് ചെയ്തു. ശരിക്കും അനീഷ് ഇന്നലെ ഒരു തരം ചൊറിയാനായിരുന്നുവെങ്കിൽ ഇന്ന് കളിയൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. എന്നാൽ പോലും എവിടേക്കോ ഒരു ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ട്. മാറി വരുമായിരിക്കുമെന്ന് വിചാരിക്കാം. അനീഷിന് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മറ്റുള്ളവരിങ്ങനെ പറയുന്നുണ്ട്. അതായത് അപ്പാനി ശരത്തും അതുപോലെ സരിക കലാഭവൻ അവരും കൂടി നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇയാൾക്ക് ഇന്നലത്തെ പോലെയല്ല, ഇന്ന് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഗെയിം അറിഞ്ഞ് കളിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ശരിക്കും വെറുപ്പിക്കലായിരുന്നു, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. മറ്റൊരു സൈഡിൽ കാണിക്കുന്നത് രേണുസുതി പറയുന്നുണ്ട്, ഇങ്ങനെ പോകുന്ന പോലെയൊന്നും അല്ല, ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പം കംപ്ലീറ്റ് പിടിവിടും. ഇപ്പോൾ എല്ലാവരും ഒരുവിധം ക്യാമറയൊക്കെ നോക്കി ഇമേജ് കോൺഷ്യസ് ആയിട്ട് കളിക്കുന്നുണ്ട്, പക്ഷേ 2 ആഴ്ച കഴിയുമ്പം യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരും എന്ന് രേണുസുതി പറയുന്നുണ്ട്. ഇവർക്ക് തന്നെ അറിയാം ഇവിടെ കാണുന്നതല്ല യഥാർത്ഥ കളികൾ, ഈ 2 ആഴ്ച അല്ലെങ്കിൽ 1 ആഴ്ച കഴിയുമ്പോൾ യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തു വരുമെന്ന് ഇവർക്ക് തന്നെ അറിയാം. അത് കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റെന ഫാത്തിമ, ആ കുട്ടിയുടെ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രസമായിട്ട് കുട്ടി പെർഫോം ചെയ്യുന്നുണ്ട്, പറയേണ്ട സ്ഥലത്ത് പറയുന്നുണ്ട്, റിയാക്ട് ചെയ്യേണ്ടടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. അബി അവിടെ കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഈ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് ചിലപ്പോൾ കൈവയ്ക്കും. മുൻപത്തെ റോക്കിയുടെ ഒരു അല്ലെങ്കിൽ റോബിൻ്റെയൊക്കെ ഒരു പ്രവണതയാണ് അബി കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്. അബി ആ ഒരു ദേഷ്യം കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ പിടിവിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അത്രമാത്രം അബി പ്രൊവോക്ഡ് ആവുന്നുണ്ട്. അതും സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല, ഷാനവാസിൻ്റെ കാര്യത്തിൽ, അതൊക്കെ ഞാൻ പറയാം, ഷാനവാസിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രൊവോക്ഡ് ആവുന്നുണ്ട്. അതൊന്നും അബി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും തോന്നി. പണിപ്പുരയെക്കുറിച്ച് ബിഗ് ബോസ് പറയുന്നുണ്ട്, എല്ലാ സാധനങ്ങളും പണിപ്പുരയിലുണ്ട്. ഇനി മുതൽ ലക്ഷറി പർച്ചേസ് ഇല്ല, പകരം ലക്ഷറി ഫുഡ് ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ഫുഡ് ഐറ്റംസിനും ഓരോ ടാസ്കുകൾ ഉണ്ടാവും. ആ ടാസ്കുകൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഫുഡ് ഐറ്റംസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു. പിന്നെ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ച അനീഷ് പറയുന്നു, എനിക്ക് റെസ്പെക്ട് വേണം, എനിക്ക് റെസ്പെക്ട് കിട്ടിയേ പറ്റൂ എന്ന് പറയുന്നു. അപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു, റെസ്പെക്ട് കൊടുത്താൽ ഇത് കിട്ടും, കൊടുക്കാതെ എങ്ങനെ കിട്ടുക? ഇല്ല, അതൊന്നും പറ്റത്തില്ല, എനിക്ക് റെസ്പെക്ട് വേണം, ഞാൻ തരും, പക്ഷെ എനിക്ക് കിട്ടിയേ പറ്റൂ. എനിക്ക് ശരിയാണ് വന്നത്. കാര്യം റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങേണ്ടതാണോ? ഒന്നുമല്ല, നമ്മൾ കൊടുക്കുക മേടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അനീഷിനെ സംബന്ധിച്ച് അനീഷിന് കൊടുക്കുന്ന പരിപാടി അവിടെ കാണുന്നില്ല. എല്ലാം എനിക്ക് ഇങ്ങോട്ട് വേണം, എല്ലാവരും എൻ്റെ പുറകെ നടക്കണം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അനീഷിൻ്റെ ഒരു പെർഫോമൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെയാണ്, എല്ലാം എൻ്റെ പുറകെ എല്ലാവരും വരണം എന്നൊരു തരം ഈഗോ. അത് എത്ര നാൾ പോകും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, കണ്ടറിയണം. അതിനുശേഷം പിന്നെ വൈകുന്നേരത്തെ നോമിനേഷനാണ്. ക്യാപ്റ്റന് നോമിനേഷൻ ഇല്ലാന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. അപ്പോൾ നോമിനേഷൻ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. അനുമോൾ, ഒരാൾക്ക് 2 പേരെ വെച്ച് നോമിനേറ്റ് ചെയ്യാം. അനുമോൾ ജിസേലിനെയും രഞ്ജിത്തിനെയും നോമിനേറ്റ് ചെയ്തു. ആര്യൻ ഷൈത്യനെയും നെവിനെയും നോമിനേറ്റ് ചെയ്തു. സരിക ആര്യനെയും ഒനിയലിനെയും നോമിനേറ്റ് ചെയ്തു. അക്ബർ രഞ്ജിത്തിനെയും ആദില നൂറ നോമിനേറ്റ് ചെയ്തു. ബിൻസി ഷൈത്യ നെവിൻ, ഒനിയൽ ഷൈത്യ ജിസേൽ, ബിന്നി ഷൈത്യ രഞ്ജിത്ത്, അബി രേണു ആര്യൻ, റെന ഫാത്തിമ നെവിൻ ഷൈത്യ, രഞ്ജിത്ത് ഷൈത്യ ജിസേൽ രേണു ഷാരിക രേണു രഞ്ജിത്ത്, ഷാനവാസ് ജിസേൽ അബി, നെവിൻ അനുമോൾ രേണു, ആദില നൂറ ഷൈത്യ ആര്യൻ, ഷൈത്യ ബിന്നി രഞ്ജിത്ത്, രേണു സുധി ഷൈത്യ രഞ്ജിത്ത്, ശരത് നെവിൻ ഷാനവാസ്, അനീഷ് ഷാരിക അനുമോൾ. ഇത്രയാണ് നോമിനേറ്റ് ചെയ്ത ആൾക്കാർ. അടുത്ത ആഴ്ചത്തെ നോമിനേഷനിലേക്ക് വന്ന ആൾക്കാരെന്ന് പറയുന്നത് അനുമോൾ 2 വോട്ട്, ഷാരിക 2 വോട്ട്, ആര്യൻ 3 വോട്ട്, രേണു സുധി നെവിൻ ജിസേൽ ഇവർ 3 പേരും 4 വോട്ട് വീതം, രഞ്ജിത്ത് 5 വോട്ട്, ഷൈത്യയ്ക്ക് 8 വോട്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും രേണു സുധിക്ക് തലവേദന. ഈ നോമിനേഷൻ കഴിഞ്ഞപ്പോഴേക്കും രേണു സുധിയുടെ തലവേദന മാറി. ഇത് അനീഷ് അവിടെ അനൗൺസ് ചെയ്യുക. അനീഷ് അവിടെ പറയണം, രേണു സുധിക്ക് സുഖമില്ല, അതെനിക്ക് ജെന്യൂനായിട്ട് തോന്നി. അപ്പം അപ്പുറത്ത് ഷാനവാസിന് സുഖമില്ല എന്ന് നേരത്തെ അവിടെ പറയുന്നുണ്ടായിരുന്നു. അതിനെ ഈ അനീഷ് മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇത് ജെന്യൂൻ ആണെന്നും പറയുന്നു, അത് ജെന്യൂനിറ്റി ഇല്ലയെന്നും ഉള്ള ലെവലിലേക്ക് ആൾക്കാർ ചിന്തിക്കുന്നു. അങ്ങനെ അത് സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകുന്നു. അബിയും ശരത്തും രേണുവും തമ്മിൽ ഗംഭീര വഴക്ക്. ഈ വഴക്ക് നടന്നപ്പോൾ രേണു സുധിയുടെ തലവേദന എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല. ഒച്ചയെടുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ഒച്ചയെടുക്കും. ആ തലവേദന ഒരു കള്ളമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എനിക്ക് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, രേണു ഈ സുധിയുടെ ട്രോളിയൊക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതുപോലെ ഭക്ഷണം കഴിക്കാൻ സമയത്ത്, അത് നൈറ്റ് ഡിന്നർ സമയത്ത് ഇവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ലൈവിനകത്ത്. ഭക്ഷണം കഴിക്കാൻ സമയത്ത് എല്ലാവരും ടേബിളിന് ചുറ്റും നിന്ന് ഭക്ഷണം കഴിക്കുകയാണ്. രേണു മാത്രം കിച്ചൻ്റെ സൈഡിൽ പോയി നിന്നിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഒരുതരം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി കാണിച്ച് ആൾക്കാരുടെ ഒരു ശ്രദ്ധ പിടിച്ച് വരാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെൻ്റെ അഭിപ്രായമാണ്. എന്താണ് ശരി എന്നുള്ളത് നമുക്കറിയില്ല. ഇനി രേണുവിൻ്റെ സപ്പോർട്ടേഴ്സ് വന്ന് എന്നെ പൊങ്കാലിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, കാണുന്നത് അതുപോലെ പറയും, അതിനൊരു സംശയം വേണ്ട. ബാക്കിയുള്ള ആൾക്കാർ എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇവർ മാത്രം മാറി നിൽക്കുന്നു. അതിൻ്റെ ആവശ്യം എന്താണ്? അനീഷ് എല്ലാവരോടും കോർണർ ചെയ്യുന്നു എന്ന പോലെയാണ് അനീഷും കാണിച്ച് വരുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറേയൊക്കെ മാറ്റം വന്നു. ക്യാപ്റ്റൻ ആകുമ്പോൾ എല്ലാവരോടും ഇടപെടുന്നല്ലോ. ആൾക്കാർ അങ്ങോട്ട് പോയിട്ടാണെങ്കിൽ പോലും അനീഷിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ രേണുവിനെ സംബന്ധിച്ച് രേണു ഇങ്ങനെ മാറി നിൽക്കുകയാണ്. ഇപ്പം ഇവർ പാട്ട് പാടാൻ വിളിക്കുമ്പോഴും പോകുന്നില്ല. അതുപോലെ തന്നെ
ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്നില്ല, എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല എന്ന ലെവലാണ് രേണു നിൽക്കുന്നത്. അങ്ങനെ ഒരു ഫീൽ കിട്ടി. പിന്നെ അനീഷും അബിയും തമ്മിൽ ഗംഭീര വഴക്കുണ്ടായിരുന്നു ഷാനവാസിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അബിയുടെ കാര്യത്തിനല്ല കൂടുതൽ ഇടപെടുന്നത്, മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി ഒരുപാട് ഷോർട്ട് ടെമ്പേർഡ് ആവുന്നുണ്ട്. അതൊന്നും കുറച്ചില്ലെങ്കിൽ ചിലപ്പോൾ അബി ആർക്കെങ്കിലും ഇട്ട് പറ്റിക്കും. അത് പറ്റിച്ചാൽ പിന്നെ അറിയാമല്ലോ, പുറത്ത് പോകേണ്ട അവസ്ഥ വരും. അത് കേട്ടിട്ടും ഈ ഷാനവാസിന് തലവേദനയാണെന്ന് കണ്ടിട്ടും അനീഷ് പോയിട്ട് ബിഗ് ബോസിനോട് ചോദിക്കുന്നത് രേണു സുധിക്ക് തലവേദനയാണ്, അപ്പോൾ ടാബ്ലറ്റ് വേണം. അതൊരു ക്യാപ്റ്റൻ ചേർന്ന പരിപാടിയല്ല. കാരണം തൻ്റെ കൂടെ നിൽക്കുന്ന രണ്ടുപേർക്ക് വയ്യായികയുണ്ടെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അങ്ങോട്ട് പോയിട്ട് ചോദിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ക്യാപ്റ്റനുണ്ട്. അത് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. അതൊന്നും മര്യാദയാണ് ക്യാപ്റ്റൻ, അതെനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിച്ച് വയ്യായിക ഉണ്ടോ, നമുക്ക് ടാബ്ലറ്റ് മേടിക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ഒരു ക്യാപ്റ്റൻ. ആ ക്യാപ്റ്റൻസി ഒരിക്കലും അനീഷ് അർഹിക്കുന്നില്ല എന്ന് വേണം ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കേണ്ടത്. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ക്യാപ്റ്റനെ ഷാനവാസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എനിക്ക് വയ്യെന്ന് പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾ എൻ്റെ കാര്യം പറയാതെ രേണുവിന് തന്നെ വീണ്ടും മെഡിസിൻ ചോദിക്കുകയാണ് ബിഗ് ബോസിനോട്. എന്തുകൊണ്ട് എനിക്ക് വേണ്ടി ചോദിച്ചില്ല, എനിക്ക് വേണ്ടി സംസാരിച്ചില്ല? അത് ഷാനവാസ് ചോദിച്ച കാര്യമാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന പ്രമോയുടെ ക്യാപ്ഷൻ രേണു സുധിക്ക് തലവേദന, ബിഗ് ബോസ് ഹൗസ് കരയുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരാൾ പറഞ്ഞപ്പോഴേക്കും രേണു അതൊന്നും ആയിരിക്കില്ല പ്രമോ എന്തായിരിക്കും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരൊക്കെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും രേണു സുധി താഴത്തിലിടാ, രേണു സുധി ഫ്ലവർ അല്ലടാ ഫയറാന്ന് പറഞ്ഞ ആ ഒരു സിമ്പിളൊക്കെ കാണിച്ചുകൊണ്ടുള്ള സാധനത്തോടുകൂടി ബിഗ് ബോസ് എപ്പിസോഡ് അവസാനിക്കുന്നു. എനിക്ക് ഇന്നത്തെ പെർഫോമൻസിൽ എനിക്ക് രണ ഫാത്തിമ, അതുപോലെ അബി പവർ ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ ഈ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അബിയുടെ കൈവിട്ട് പോകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ ഇൻബോക്സിൽ മെസ്സേജ് അയക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.